നമസ്കാരം. പാർട്ടി വിട്ടത് പോട്ടെ എന്ന് വെക്കാം. ഇതിനേക്കാളും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വിടുന്നതായിരുന്നു സന്ദീപ് വാര്യർക്ക് നല്ലത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന സിനിമാ ഡയലോഗാണ് ഇതൊക്കെ കണ്ടാൽ ഓർമ്മ വരുന്നത്. സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ ആരംഭമെന്നാണ് ജ്യോത്സ്യരുടെ വിലയിരുത്തലുകൾ. കാരണം കോൺഗ്രസ് എന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ചാടിയത് എന്നത് തന്നെ. തൃത്താല സീറ്റും KPCC അധ്യക്ഷൻ പദവിയും ഒക്കെ കണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നതെന്നാണ് വാർത്തകളിൽ. പക്ഷേ ഉപാധികൾ ഇല്ലാതെയാണ് താൻ കോൺഗ്രസിന് കൈ കൊടുക്കുന്നതെന്നാണ് സന്ദീപിന്റെ വാദം. കോൺഗ്രസിൽ ഉള്ളവർക്ക് പോലും നിലനിൽപ്പില്ല. പാർട്ടിയോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും BJPയിലേക്ക് വരുമ്പോൾ യാതൊരു കസേരമോഹവും ഇല്ലാതെ അൺകണ്ടീഷൻ ലവിന് വേണ്ടി ദാഹിച്ചാണ് കോൺഗ്രസിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറയുന്നു. അല്ല, ഇതൊക്കെ കേട്ടു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഏകാധിപത്യം എന്നൊക്കെ. ഇപ്പോൾ പറയുന്നു സ്നേഹമാണ് അഖിലസാരം മൊഴിയിലെന്ന്. എന്താണ് സാർ സത്യത്തിൽ താങ്കളുടെ പ്രശ്നം? അങ്ങനെ ഒന്നും കാണാതെ സാർ കോൺഗ്രസിലേക്ക് പോയി എന്ന് കേട്ടാൽ അത് അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾ തലയ്ക്ക് ആൾതാമസമില്ലാത്ത പപ്പുമോനൊന്നുമല്ല. നല്ല അരിയാഹാരം കഴിക്കുന്ന അസല് മലയാളികളാണ്. വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു. പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്ത ആളല്ലല്ലോ. അങ്ങനെ തോന്നിയെങ്കിൽ എന്തേ ഇത്ര കാലവും അവിടെ തന്നെ തുടർന്നു? സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ, പാർട്ടി പ്രവർത്തനമല്ലേ. അയ്യോ അച്ഛാ പോകല്ലേ എന്ന് സന്ദീപ് സാറിനോട് ആരെങ്കിലും നിർബന്ധിച്ചിരുന്നോ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണോ പാർട്ടി വക്താവെന്ന ലേബലിൽ താങ്കൾ ചാനലിലൊക്കെ പോയി ഓരോന്ന് വിളിച്ചു കൂവിയത്? ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്ന് ചോദിക്കേണ്ടത് BJPയെ മുൻനിർത്തിയല്ല. ഇല്ലാത്ത കാര്യങ്ങളിൽ BJP വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം താങ്കൾ നിഷ്കളങ്കനാകുന്നതുമില്ല. നീല ബാഗിന്റെ തലവേദനയിൽ നിന്ന് കോൺഗ്രസുകാർക്ക് ഒരു ആശ്വാസം കിട്ടും. ചർച്ചകളിൽ ഇനി സന്ദീപ് ജി ആയതുകൊണ്ടേ ചാനലുകാർ കുറച്ചു ദിവസം അതങ്ങോട്ട് മറക്കും. അത് കാര്യമായിട്ട് കോൺഗ്രസിന് ഒരു അധ്യക്ഷനുള്ള കാര്യം പോലും അവരിപ്പോഴും ഓർക്കാറില്ല. തൃത്താലയല്ല, ഇനി എന്ത് ചത്താലും കാര്യമായ ഒരു പദവി കോൺഗ്രസിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചാണ് പോക്കെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ വാര്യരെ നന്നാവാത്തെ?